ഇവിടെ വന്ന പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്തതാണ്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകൾക്കും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. അത് കുട്ടികൾ കണ്ട് മനസ്സിലാക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണാൻ മറന്നു പോകരുത്. അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോമൺ ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസും കോമൺ ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 210 ഹരിക്കണം 42. കഴിഞ്ഞ രീതിയിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? ആ മെത്തേഡാണ് ആദ്യമായിട്ട് ഇവിടെ വിവരിക്കുന്നത്. 42ൻ്റെ 2 ഫാക്ടേഴ്സ് കണ്ടു കഴിഞ്ഞു. 2 × 21. അതിനുശേഷം 210നെ 2 കൊണ്ട് ഹരിച്ച് 105 കിട്ടി. പിന്നീട് എന്തായിരുന്നു ചെയ്തത്? 2 ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ട് 105നെ 21 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 105നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വീണ്ടും ആ സ്റ്റെപ്പ് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 21നെ 3 × 7 എന്ന് എഴുതുകയാണ്. 105നെ ഇവിടെ വരുന്ന 3 കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഹരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്നത് 35 ആണ്. ഈ 35നെ എന്ത് ചെയ്യും? പിന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് 35 ഹരിക്കണം 7. 35 = 7 × 5 ആയതുകൊണ്ട് 35നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ആൻസർ കിട്ടും. 210നെ 42 കൊണ്ട് ഹരിക്കേണ്ടി വരുന്ന ആൻസർ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. കോമൺ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത അതേ ചോദ്യം തന്നെ കോമൺ ഫാക്ടേഴ്സ് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം? മെത്തേഡ് ഇതാണ്. 210 = 30 × 7 ആണ്. ശരിയല്ലേ? 30 × 7 210 ആണ്. അതേപോലെ തന്നെ 42 എടുക്കുകയാണെങ്കിൽ 6 × 7 42 ആണ്. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണ്? 7 ആണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? നീക്കം ചെയ്യുകയാണ്. ബാക്കി വരുന്നത് 30ഉം 6ഉമാണ്. 30 ഹരിക്കണം 6 കാണുകയാണ്. 30നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 5 ആണ്. അല്ലേ? 6 × 5 ആണ് 30 വരുന്നത്. അപ്പോൾ ഈ കിട്ടിയ ആൻസർ ഇത്രത്തോളം ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കോമൺ ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 210നെ 42 കൊണ്ട് ഹരിക്കുമ്പോൾ 42ൽ വരുന്ന 2 കൊണ്ടാണ് 210നെ ആദ്യമായിട്ട് ഹരിക്കുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്? 42ലും എന്താണ് 210ലുമുള്ള ഒരു കോമൺ ഫാക്ടറാണ് 2. അതേപോലെ തന്നെയാണ് അടുത്ത സ്റ്റെപ്പിലും 21ലും 105ലുമുള്ള ഒരു കോമൺ ഫാക്ടറാണ് എന്ത്? 3. ഇവിടെ ഒന്ന് നോക്കിക്കോളൂ. 210 എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റിൽ നോക്കിക്കോളൂ. 7 × 30 എത്രയാണ്? 210 ആണ്. പിന്നെ വീണ്ടും നമ്മൾ 30നെ ഡിവൈഡ് ചെയ്യുകയാണ്. എത്രയാണ്? 5 × 6. വീണ്ടും 6നെ ഡിവൈഡ് ചെയ്യുകയാണ്. 3 × 2. ഇവിടെ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7 എന്നിവയാണ് 210ൽ വരുന്ന ഫാക്ടേഴ്സ്. അതേപോലെ 42 എടുക്കുകയാണെങ്കിൽ 7 × 6 42 ആണ്. 6നെ ഡിവൈഡ് ചെയ്യുകയാണ്. 3 × 2. ഇതിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 7. 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടേഴ്സ് ആയില്ലേ? 210ലും 42ലും ഉള്ളത് കൊണ്ട് 2 ഒരു കോമൺ ഫാക്ടറായിട്ട് മാറി. പിന്നീട് ഏതാണ്? 3 2ലും ഉണ്ട്. അപ്പോഴെന്താണ്? അതും ഒരു കോമൺ ഫാക്ടറായിട്ട് മാറി. പിന്നീട് വരുന്നത് എന്താണ്? 7. 7ഉം എന്താണ്? ഒരു കോമൺ ഫാക്ടറാണ്. മറ്റൊരു പ്രോബ്ലം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 168നെ 24 കൊണ്ട് ഹരിക്കുകയാണ്. 24 എന്ന് പറയുന്നത് 2 × 12 ആണ്. ആദ്യത്തെ 2 അതായത് കോമൺ ഫാക്ടറായ 2 കൊണ്ട് 168നെ ഹരിക്കുമ്പോൾ 84 കിട്ടുകയാണ്. പിന്നീട് എന്താണ്? 84നെ 12 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 84നെ 12 കൊണ്ട് ഹരിക്കുന്നതിന് പകരമായിട്ട് 12നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 3 × 4. പിന്നീട് വരുന്ന ഒരു കോമൺ ഫാക്ടറാണ് 3. ആ 3 വെച്ചിട്ട് 84നെ ഡിവൈഡ് ചെയ്യുകയാണ്. 84നെ ഹരിക്കണം 3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 28 ആണ്. പിന്നീട് അവസാനമായി ചെയ്യേണ്ടത് എന്താണ്? 28നെ 4 കൊണ്ട് ഹരിക്കുകയാണ്. 28 എന്ന് പറയുമ്പോൾ 4 × 7 ആണ്. 28നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 7 ആണ്. അതായത് 168നെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ 7 കിട്ടുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ വരുന്ന 2, അതേപോലെ തന്നെ 3, പിന്നീട് ഏതാണ് വരുന്നത്? 4. ഇതൊക്കെ തന്നെ എന്താണ്? ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ.
മനസ്സിലായല്ലോ. ഇവിടെ നോക്കിക്കോളൂ. നമ്പേഴ്സ് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദ നമ്പേഴ്സ് ആർ കോൾഡ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദീസ് 2 നമ്പേഴ്സ്. നമുക്ക് ഹരിക്കേണ്ട ഈ 2 നമ്പേഴ്സ് 168ലും 24ലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ്. അതായത് ഒരേ സംഖ്യകൾ തന്നെ ഫാക്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ ആ സംഖ്യകളെയാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക. 90 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 5 ഇൻറ്റു 2 ആണ്. 18 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 2 ആണ്. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? 9, 2. അത് ഇവിടെ എന്താണ്? ഇവിടെയും 9, 2 വരുന്നുണ്ട്. ഇതിനെന്താണ് പറയുന്നത്? കോമൺ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കുക. കോമൺ ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 90 ഹരിക്കണം 18 ആണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. 90ൻ്റെ ഫാക്ടേഴ്സ് ആണ് 9 ഇൻറ്റു 5 ഇൻറ്റു 2. അതേപോലെ 18ൻ്റെ ഫാക്ടേഴ്സ് ആണ് 9 ഇൻറ്റു 2. ഇവിടെ കോമൺ ഫാക്ടേഴ്സ് വരുന്നത് 9 വരുന്നുണ്ട്, അതേപോലെ 2 വരുന്നുണ്ട്. ബാക്കി വരുന്ന കോഷ്യൻ്റ് എത്രയാണ്? 5 ആണ്. ഇവിടെ ആൻസർ കിട്ടുന്നത് 5 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് 90 ഹരിക്കണം 18ൻ്റെ ആൻസർ കണ്ടുപിടിക്കുവാൻ കഴിയും. അവസാനമായി ഈ ടെക്സ്റ്റ് ബുക്കിലെ ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.